അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട ബഹുമാന്യൻ്റെ അധ്യക്ഷൻ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സാഹിബ്, സ്നേഹമുള്ള വേദിയിലിരിക്കുന്ന സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ബഹുമാന്യരായ അധ്യാപകന്മാരെ, ഇവിടെ വളരെ കുറഞ്ഞ സമയമുള്ളൂ എനിക്ക് അനുഭവിച്ചിട്ടുള്ളത്. പറപ്പൂർ സാറിൻ്റെ ചില സംസാരങ്ങൾ കേട്ടപ്പോൾ ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് കടന്നുപോയി. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ അനുഭവം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നന്നാവും എന്നുള്ളതുകൊണ്ട്, എൻ്റെ ക്ലാസ് ചാർജ് എനിക്ക് 7 B ക്ലാസ്സിൻ്റെ ചാർജായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ രണ്ടാമത്തെ പീരീഡ് പോയി. ഉടനെ തന്നെ ടീച്ചർ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞാൻ ഇനി പോവില്ല എന്നോട് പറഞ്ഞു. ഞാൻ സ്റ്റാഫ് റൂമിൽ അപ്പോൾ ലീസർ സമയത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ആ ക്ലാസ്സിലൊരു അത്യാവശ്യം വികൃതിയുള്ള ഒരു വലിപ്പം കൂടിയ, കുറച്ച് പ്രായം കൂടിയ ഒരു കുട്ടിയുണ്ട്. പൊതുവെ തോറ്റു വരുന്നൊരു കുട്ടിയാണ്, പഠനത്തിൽ വളരെ പിന്നോക്കമുള്ള കുട്ടിയാണ്. ആ കുട്ടി അവിടെ പൊതുവെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് അവൻ്റെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് കൃത്യമായി ക്ലാസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരെ ടീച്ചറെയും കൂട്ടി ക്ലാസ്സിലേക്ക് ചെന്നു. ഫവാസാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ അടുത്ത് എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. ടീച്ചർ ക്ലാസ് എടുക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെയും കൂട്ടി തോളിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആ വരാന്തയിലൂടെ കുറച്ച് ആ മാവിൻ്റെ ചോട്ടിൽ പോയി കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് സൂചിപ്പിക്കുന്നില്ല. അവനൊരുപാട് പ്രയാസമുണ്ടാക്കി ആ സംസാരം. പക്ഷേ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അവൻ്റെ ചുമലിൽ പിടിച്ച് ഞങ്ങൾ പോയി വരുന്നതും തിരിച്ച് ആ കുട്ടിയെ നേരെ ആ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ഇവനൊരു പ്രശ്നമില്ല, ഇനി ഉണ്ടാക്കില്ല എന്ന് ആ ടീച്ചറെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. അതൊരു വലിയ ഒരു അനുഭവമായി ആ കുട്ടികൾക്ക്. മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ പൊതുവെ ഞാൻ നന്നായി സ്നേഹിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹം കുട്ടികൾ തിരിച്ചു തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ അധ്യാപന ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സമ്മേളനം നടക്കുന്നത് എൻ്റെ ജില്ലയിലാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാവിധ ഭാവങ്ങളും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.